ഹലോ അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹാഷസ് വ്ളോഗ്. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഞങ്ങൾ ഈദിൻ്റെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ തലേ ദിവസം നമ്മുടെ ഈദ് പ്രിപ്പറേഷൻസൊക്കെയാണ് കേട്ടോ നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നുണ്ടാവുക. അതേപോലെ നമ്മൾ ബിരിയാണിയാണ് ഈദിൻ്റെ ഡേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതൊക്കെ കട്ട് ചെയ്തിട്ട് വെക്കുകയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാനൊക്കെ പറ്റുമല്ലോ. കാരണം പള്ളിയിൽ നിന്ന് വന്ന് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കും, അങ്ങനെയാണ് ചെയ്യൽ കേട്ടോ. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്യാണ് ഞങ്ങൾ. ഓരോന്ന് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് പറയണമൊക്കെ ഉണ്ട് കേട്ടോ ആ ടൈമിൽ. അപ്പോൾ കിച്ചണിൽ ഞാനും താത്തയും ഉമ്മയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മാനൊന്ന് ഞാൻ അങ്ങനെ പണികളൊക്കെ തീർത്തിട്ട് വെക്കുകയാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ മൈലാഞ്ചി ഇടാനും ഒക്കെ ഉണ്ട്. കുട്ടികൾക്കൊക്കെ മൈലാഞ്ചി ഇട്ട് കൊടുക്കണം കേട്ടോ. അവിടെ ഹല മാത്രമേ ഉള്ളൂ കേട്ടോ ഗേളായിട്ടുള്ളത്, പിന്നെ നിഷു ആണുള്ളത്. അപ്പോൾ ഞങ്ങൾ പടക്കം പൂത്തിരിയിലൊക്കെ കത്തിക്കണതിൻ്റെ തിരക്കിലാണ് കേട്ടോ. പിന്നെ ഞാൻ ഹലക്ക് മൈലാഞ്ചി ഇടാനായിട്ട് നിന്നു കേട്ടോ. സ്റ്റെൻസിൽ വെച്ചിട്ടാണ് പ്രാവശ്യം ഞാൻ മൈലാഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതാവുമ്പോൾ നമുക്ക് ഒന്നും കൂടെ എളുപ്പമാവും. പിന്നെ ആ സ്റ്റെൻസിൽ അങ്ങനെ വലിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹലയും തന്നെ നല്ല ഹാപ്പിയാണ് കേട്ടോ. മൈലാഞ്ചി ഒക്കെ ഇട്ടതിന് ശേഷമുള്ള ഡാൻസൊക്കെയാണ് കേട്ടോ. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഭയങ്കര ഹറിബറി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ബിരിയാണിക്കുള്ള മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടോ. ബീഫ് ബിരിയാണിയാണ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചോറൊക്കെ അമ്മ ഊറ്റിയിട്ടിടുകയാണ്. പിന്നെ മല്ലിയിലയും പുതിനയിലയും ഒക്കെ ചോറിൻ്റെ മേലെ എല്ലാവരും ദം ചെയ്യണ പോലെ തന്നെയാണ് കേട്ടോ ഞങ്ങളും ദം ചെയ്യണത്. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അവരൊക്കെ പള്ളിയിൽ പോകുമ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊക്കെ കഴിച്ചിട്ടോ. അപ്പോൾ അവർ വരുന്നതിന് മുന്നായിട്ട് പെട്ടെന്ന് ഞാൻ തുടച്ചെടുക്കുകയാണ് കേട്ടോ. തുണികളൊക്കെ മടക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഒരു 3 പീസ് സെറ്റാണ് കേട്ടോ. ഇതല്ല ഇതിൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. അത് ഞാൻ ഒരു വീഡിയോയിൽ കാണിക്കോട്ടെ. അപ്പോൾ അതാണ് കേട്ടോ എൻ്റെ മെഹന്തി. പിന്നെ ഞങ്ങൾ ചോറ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ചോറ് കഴിക്കാനായിട്ട് വന്നിരുന്നിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ കസിൻസും ഒക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പെരുന്നാളാകുമ്പോൾ പിന്നെ എല്ലാവരും വരുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങളും കസിൻസിൻ്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഹലി നിഷ അവിടെ അങ്ങനെ ഒരു ഇലക്ട്രിക് കാർ കണ്ടിട്ട് അതിൽ കളിക്കുകയാണ് കേട്ടോ കുറേ നേരം. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങിട്ടോ. പിന്നെ എൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ എത്രയാണ്